ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് രേഖാ ഗുപ്തയെ തിരഞ്ഞെടുത്തു. അവർ ഡൽഹിയിൽ പീതംപുര സൈഡിലുള്ളവരാണ്. നേരത്തെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നു. വളരെ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയാണ്. ഏകദേശം 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഡൽഹിയിൽ BJP അധികാരത്തിൽ വരുന്നത്. ബേസിക്കലി ഡൽഹി ഒരു BJPയുടെ കോട്ടയായിരുന്നു. അതിനെ ഷീലാ ദീക്ഷിത് പിടിച്ചെടുക്കുന്ന ഏകദേശം 15 വർഷം അവർ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പം അതിനൊക്കെ ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടായതും ആ സിറ്റിയെ മാറ്റിയെടുത്തതും പൂർണ്ണമായിട്ടും കോൺഗ്രസിൻ്റെ ഷീലാ ദീക്ഷിതായിരുന്നു. അവരുണ്ടായിരുന്ന സമയത്താണ് മെട്രോയ്ക്ക് ഇത്രമാത്രം എക്സ്പാൻഷൻ ഉണ്ടാകുന്നതും മെട്രോ എന്ന് പറയുന്നത് ഡൽഹിക്കാരുടെ ഒരു ലൈഫ് ലൈനായിട്ട് മാറി. പിന്നീട് അവർക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉണ്ടാകുന്നു, മറ്റേ നിർഭയ കേസ് ഉണ്ടാകുന്നു, അഴിമതി ഉണ്ടാകുന്നു, കോമൺവെൽത്തുമായിട്ട് അഴിമതി ഉണ്ടാകുന്നു. അതിനുശേഷം അവർ വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. അവിടെയാണ് കേജ്രിവാളും കൂട്ടരും കൈയടക്കി ഏകദേശം 10ഓളം വർഷം ഡൽഹി എന്ന് പറഞ്ഞ ക്യാപിറ്റൽ സിറ്റിയെ ഏറ്റവും നശിപ്പിച്ച അരാജകത്വവാദിയായ കേജ്രിവാൾ. കാരണം ഞാൻ ഈ ഡൽഹിയിലൊക്കെ 30 വർഷം ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടറിയാം എന്തൊക്കെ മാറ്റമാണ് ഡൽഹിയിലുണ്ടായത്. കാരണം ഞാൻ ഈ 1996 ഡൽഹിയിൽ പോകുമ്പോൾ ഇതേ ഈ പറയുന്ന പോലെ ഫ്ലൈ ഓവേഴ്സ് ഒന്നും അത്രയും ഇല്ലായിരുന്നല്ലോ. ശരിക്കും ട്രാഫിക് ജാമായിരുന്നു എല്ലായിടത്തും. ഇന്ന് ഡൽഹി ക്യാപിറ്റൽ സിറ്റി, അതായത് ന്യൂഡൽഹിയിൽ നിന്നും എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടി ഒരു ട്രാഫിക് ഐലൻഡ് പോലും ഇല്ല. അത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ടെത്തും. ഞാൻ പറഞ്ഞ റോഡിൻ്റെ കാര്യമാണ്. അതേപോലെ തന്നെ മെട്രോ സർവീസ് ആണെങ്കിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ മെട്രോ സർവീസ് ഇന്ത്യയിൽ നടത്തുന്ന ഒരു സിറ്റിയാണ് ഡൽഹി. പക്ഷേ കേജ്രിവാളിനും ഈ അതിൻ്റെ ഭരണത്തിൻ്റെ ചുമതലയുള്ള പകുതി കേജ്രിവാളും പകുതി സെൻട്രൽ ഗവൺമെൻറ് പണിയൊക്കെ ഏൽപ്പിച്ചത്. ഇതിൻ്റെ പേരിൽ അതിൻ്റെ വൃത്തിയാക്കേണ്ടതും പരിപാടിയെല്ലാം കേജ്രിവാളിനെ ഏൽപ്പിച്ചു. അതും അയാളെ നശിപ്പിച്ചു. അത് ഡൽഹി മെട്രോയുടെ പല സ്റ്റേഷനിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പഴയ വൃത്തിയൊക്കെ അങ്ങ് മാറി. അതേപോലെ കൊനാട്ട് പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലം ഇതേപോലെ അലമ്പാക്കി അയാൾ മാറ്റി. എല്ലാ അയാളുടെ ആൾക്കാരെ കയറ്റി. ഇയാൾ പുറമേ കാണുന്ന അഴിമതി ഒന്നുമില്ല, പക്ഷെ മുടിഞ്ഞ അഴിമതിയുടെ ആശാന ഇയാൾ. അവിടുത്തെ ട്രാഫിക് ആണെങ്കിൽ അവിടെ ഈ ട്രാഫിക്കിനകത്ത് മുഴുവനും നിങ്ങൾക്ക് കാണാം വണ്ടി നിർത്തുന്ന സമയത്ത് ഭിക്ഷക്കാർ വന്ന് ഓരോ ആൾക്കാരും തെണ്ടുന്നത്. അതായത് ക്യാപിറ്റൽ സിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. ഡൽഹി മുഴുവനും, കാരണം ഇപ്പം ഡൽഹിയുടെ മുനിസിപ്പാലിറ്റിയൊക്കെ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ്. അവർ വന്ന ശേഷം അതിൻ്റെ ക്ലീൻ മുഴുവൻ എടുത്ത് മാറ്റി. ഡൽഹിയുടെ ഏറ്റവും വലിയ ശാപമാണ് അവിടെ കുടിവെള്ളം എന്ന് പറയുന്നത്. കേജ്രിവാൾ പറഞ്ഞു എന്തൊക്കെയാണ് വിടുവ അടിച്ചത്. ഇപ്പോൾ ഡൽഹി എന്ന് പറയുന്ന സിംഗപ്പൂരിനെ ആക്കും, ഡൽഹി സിറ്റി മറ്റൊരു ബാഴ്സലോണ പോലെ ആക്കി. ഇതൊക്കെ വെച്ച കാലത്തെ അയാൾ ഒരു പുല്ലും അവിടെ ഉണ്ടായില്ല. ഡൽഹി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഡേർട്ടുള്ള സിറ്റിയായിട്ട് ഇന്ത്യയിൽ മാറ്റിയിട്ട് പ്രധാന കാരണക്കാരൻ ഈ വൃത്തികെട്ട കേജ്രിവാളും കൂട്ടരുമാണ്. അത് ഒരു തർക്കമില്ലാതെ പറയാം. കാരണം ഡൽഹിക്കാരനാണ് ഞാൻ. എനിക്കറിയാം എന്തൊക്കെ മാറ്റമാണ് അവിടെ ഉണ്ടായത്. അതേപോലെ തന്നെ ഈ വരാൻ പോകുന്ന ഈ പുതിയ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത എന്ന് പറയുന്നവർ ഡൽഹിയിൽ ഈ പറയുന്ന പോലെ വലിയ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയാണ് ഷീലാ ദീക്ഷിത് ഭരിച്ചത് അതേപോലെ ഭരിച്ചാൽ മതി. പിന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ കുടിവെള്ളത്തിൻ്റെ ഇഷ്യൂ അത് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാവുന്നതാണ്. കാരണം ഈസി ടാക്കിൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കേജ്രിവാൾ സംപൂജ്യമായിട്ട് അങ്ങ് മാറും. അവരുടെ പാർട്ടി പോലും ഡൽഹിയിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്തു പോകും. രണ്ടാമത് ഡൽഹിയിലെ പൊല്യൂഷൻ, ഇത് പ്രോപ്പറായിട്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള മിഷനറി ഗവൺമെൻറ് സംവിധാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പൊല്യൂഷൻ പോലും ഡൽഹിയിൽ മാറ്റാൻ സാധിക്കും. കാരണം ഈ തണുപ്പ് വരുന്ന സമയത്താണ് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആവുന്നത്. കാരണം പഞ്ചാബിൽ നിന്ന് കത്തിക്ക് പല കാരണങ്ങളുണ്ട്. പക്ഷെ അതിനൊരു പോംവഴി കണ്ടുപിടിക്കണ്ടായോ? അതിന് പോലും ശ്രമിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു കേജ്രിവാൾ. പിന്നെ 24 മണിക്കൂറും അവിടെ ഭരിക്കുന്ന ഗവർണറുമായിട്ടും കേന്ദ്ര ഭരിക്കുന്നവരുടെ അടിയോടടി. അപ്പോൾ അതെല്ലാം മാറിക്കിട്ടും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഷീലാ ദീക്ഷിത് ഭരിച്ച സമയത്ത് അവിടെ BJP ഇരിക്കുന്ന സമയത്തും ഭരിച്ചിട്ടുണ്ട്. അവർ BJPയുടെ മിനിസ്ട്രിയുമായിട്ടൊന്നും യാതൊരു പ്രശ്നത്തിനും പോയിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പൂർണ്ണമായിട്ടും നല്ല രീതിയിലുള്ള ഭരണമാണ് ഷീലാ ദീക്ഷിത് കാഴ്ചവെച്ചത്. കാരണം ഒപ്പോസിഷൻ പാർട്ടിയാണ് അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് കാര്യങ്ങൾ നടന്നില്ലേ? ഇപ്പോൾ കേജ്രിവാളിന് എന്തെങ്കിലും പഴിക്കാൻ ഒരാളെ വേണം, അരാജകത്വം ഉണ്ടാകണം,
ആ രാജ്യം നശിപ്പിക്കണം, ആ നാട് നശിപ്പിക്കണം. അതിനുവേണ്ടി കുറച്ച് ആൾക്കാരെ ഇവിടുത്തെ വെച്ചിട്ടുണ്ട്. ഇവരെ വെച്ച് കുറച്ച് ഇയാളെ പൊക്കി പറഞ്ഞു നടക്കുന്നയാൾ. പിന്നെ ഇയാളുടെ യഥാർത്ഥ മുഖത്തെ പറ്റി ഞാൻ പഴയൊരു വീഡിയോ പറഞ്ഞു. ശീഷ് മഹൽ കണ്ണാടി കൊട്ടാരം ഉണ്ടാക്കി. ഇവിടുന്നൊക്കെ കേജ്രിവാളിനെതിരെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അയാളെ തൂത്തെറിച്ചു. ഇതാണ് അതിന് സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ വരുന്ന മുഖ്യമന്ത്രിക്ക് ഈ കേന്ദ്രത്തിൻ്റെ ഭരണവും അതേപോലെ ആ മുഖ്യമന്ത്രിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം 4-5 വർഷം കൊണ്ട് ഡൽഹിയെ ഒരു മനോഹരമായ സിറ്റിയാക്കി മാറ്റാം, പൊല്യൂഷനില്ലാത്ത സിറ്റിയാക്കി മാറ്റാം. അതേപോലെ തന്നെ അവിടെ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കാം. ഡൽഹിയുടെ ട്രാഫിക് അതേപോലെ മെട്രോ അതിനെ മാറ്റിയെടുത്ത് നല്ല ക്ലാസ് ആക്കി മാറ്റണം. കാരണം ജനങ്ങളുടെ കമ്മ്യൂട്ടേഷൻ ഏറ്റവും കൂടുതൽ മെട്രോയിൽ കൂടെ. അതേപോലെ അനാവശ്യമായിട്ട് ഓടുന്ന ഒത്തിരി ഗവൺമെൻറ് വണ്ടികളുണ്ട്, ഈ ബസ്സുകളൊക്കെ. അധികം ഡൽഹിയിലെ ബസ്സുകൾ കാലിയാണ്. കാരണം അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി കേജ്രിവാൾ ഗവൺമെൻറ് ഈ വണ്ടികൾ ഇങ്ങനെ വെറുതെ ഓടിച്ചോട്ടെ. ആ ഗവൺമെൻറ്റിന് വലിയൊരു ഫൈനാൻഷ്യൽ ലൈബിലിറ്റി കൂടിയാണ്. പിന്നീട് ഈ വണ്ടികൾ ചെയ്യുന്നത് മറ്റുള്ള സ്കൂളുകൾക്ക് വാടകയ്ക്ക് ഓടാൻ പോവുകയാണ്. അപ്പോൾ ഇത്രമാത്രം വാഹനങ്ങൾ വരുമ്പോഴാണ് ഡൽഹിയിൽ ഇഷ്യൂ ഉണ്ടാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വർഷവും ഡൽഹിയിലും ഒരു 25 മുതൽ 30 ദിവസം പൊല്യൂഷൻ കാരണം ഡൽഹിയുടെ സ്കൂളുകൾ അടച്ചിടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളത് ഭീകരമായൊരു അന്തരീക്ഷമാണ് പല സന്ദർഭങ്ങളിൽ ഡൽഹിയിലുണ്ടാവുന്നത്. ഇത് മാറ്റിയെടുക്കാൻ പുതിയ മുഖ്യമന്ത്രിക്ക് കഴിയണം. അതുമല്ല ഇതിനെ മോണിറ്റർ ചെയ്യാൻ മോദി ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് മന്ത്രിമാരും ഉണ്ട് കേന്ദ്രത്തിൽ. എല്ലാ രീതിയിലുള്ള സഹായവും ചെയ്യും. കാരണം അടുത്ത് ഭരിക്കുന്നത് ഒരു ഭാഗത്ത് ഹരിയാന BJP ആണ്, ഇപ്പുറത്ത് UP യോഗി ആദി BJP ആണ്. ഇതുമായിട്ട് ക്ലബ്ബ് ചെയ്തു പോയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഡൽഹിയുടെ ആ പഴയ പ്രൗഢിയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് എല്ലാ രീതിയിലും കഴിയും. കാരണം ഡൽഹിയിൽ ഒരു സമയത്ത് സ്ത്രീകൾക്ക് രാത്രി പുറത്തിറങ്ങാനുള്ള ഭയം ഉണ്ടായിരുന്നു. പക്ഷെ മോദി ഗവൺമെൻറ് വന്ന ശേഷം ഡൽഹി പോലീസിനെ സ്ട്രിക്റ്റ് ആക്കിയ ശേഷം ഈ സംഭവം അങ്ങ് മാറി. ഇപ്പോൾ രാത്രി 2 മണിക്കും 3 മണിക്കും ബോംബെ സിറ്റിയിലും ബാംഗ്ലൂർ സിറ്റിയിലും പോലും സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാം. കാരണം ഡൽഹി ഒരു മെട്രോ സിറ്റിയാണ്, രാത്രി സ്ത്രീകൾ ജോലി കഴിഞ്ഞ് വരുന്ന സിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി മറ്റുള്ള കാര്യങ്ങളും പിന്നെ ഡൽഹിയിൽ നിലനിൽക്കുന്ന മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഗുണ്ട സംഭവം അതിനെ മാറ്റണം. ഡൽഹിയിൽ വന്നിരിക്കുന്ന ഒറുങ്കിയ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, ബംഗ്ലാദേശിൽ നിന്നും ബർമയിൽ നിന്നൊക്കെ. അവരെ പൂർണ്ണമായിട്ടും വൈപ്പ് ഔട്ട് ചെയ്ത് അവരെ പൂർണ്ണമായിട്ടും മാറ്റിക്കളയണം. ഡൽഹി എന്ന് പറഞ്ഞ സിറ്റി ആ മനോഹരമായ രീതിയിൽ പഴയ പ്രൗഢിയിലോട്ട് തിരിച്ചു കൊണ്ടുവരികയും സിറ്റി ക്ലീൻ ആൻഡ് നീറ്റ് ആക്കണം. അപ്പം അതിന് അടിയന്തരമായിട്ട് സഹായം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാണ്. അതിന് 100ഓളം കാര്യങ്ങൾ പറഞ്ഞ് കേജ്രിവാൾ പൂർണ്ണമായിട്ടും അതിനെ മടക്കി അങ്ങ് ചുരുട്ടി അങ്ങ് എറിഞ്ഞു പല പ്രപ്പോസലുകൾ. അപ്പം അതിനൊക്കെ അറുതി ഉണ്ടായിട്ട് ഡൽഹിയെ പരിപൂർണമായിട്ടും മാറ്റിയെടുത്ത്, അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വെൽഫെയറും പരിപാടികളും അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലൊക്കെ വളരെ ഫ്രീ ബീസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ ഫ്രീ ബീസ് എന്ന് ഒരു പരിധിയിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. ഫ്രീ റേഷൻ, ഫ്രീ ബസ് റൈഡ്, ഫ്രീ മെട്രോ, ഇതൊക്കെ പൂർണ്ണമായിട്ടും എടുത്തു കളയണം. ആവശ്യമുള്ളവർക്ക് കൊടുക്കുക, എല്ലാവർക്കും ഇത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊന്നും ഫ്രീ ആയിട്ടൊന്നും ഒരു സാധനം ലോകത്ത് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. വോട്ടിന് വേണ്ടി എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ ഉൾപ്പെടെ അവരും പലതും ഫ്രീ ആക്കി. അതായത് ഡൽഹിയിൽ നിന്ന് തുടങ്ങി ഇനി ഡൽഹിയിൽ തന്നെ ഇതൊരു ഫുൾ സ്റ്റോപ്പ് കൊണ്ടുവരുന്ന ഫ്രീ ബീസ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ ശരിക്കുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങളിപ്പോൾ ഫ്രീ ആയിട്ട് അപ്പോൾ ഒരു ഡിസ്കൗണ്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഫ്രീ എന്ന് പറഞ്ഞ രീതി കൊടുക്കുകയാണെങ്കിൽ ഇതിന് വാല്യൂ ഇല്ലാതാകും, ആൾക്കാർ ജോലിക്ക് പോകാതാകും. ഈ മാറ്റങ്ങൾ ഡൽഹിയിൽ ഉൾക്കൊണ്ട് ഭരിക്കുവാൻ ഇപ്പോഴത്തെ രേഖാ ഗുപ്തയ്ക്കും BJP ഗവൺമെൻറ്റിനും അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ, ലോ ആൻഡ് ഓർഡർ മറ്റുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കേന്ദ്രം ഭരിക്കുന്ന BJPയും തയ്യാറാവുകയാണെങ്കിൽ 2-3 വർഷത്തിന് ശേഷം പൂർണ്ണമായിട്ട് ഡൽഹി സിറ്റി ഒരു ഗ്ലോബൽ സിറ്റി ആയിട്ട് മാറും. അത് ലോകത്തിൽ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന സിറ്റിയായി. കാരണം ഡൽഹിക്ക് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഡൽഹിക്കാർക്ക് സാധിക്കട്ടെ.